കാവിലുംപാറ പഞ്ചായത്തിലെ പക്രന്തളം, ചൂരണി, കാരിമുണ്ട പ്രദേശങ്ങളിൽ ആനശല്യം രൂക്ഷം. കഴിഞ്ഞ 2 ആഴ്ചയായി പകൽ സമയങ്ങളിൽ പോലും ആന കൃഷിയിടങ്ങളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ജനവാസ മേഖലകളിൽ ആനയുടെ സാന്നിധ്യം ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന അവസ്ഥയാണ്. മഴക്കാലമായതോടുകൂടി പകൽ സമയങ്ങളിൽ പോലും വീടിന് പുറത്തിറങ്ങാൻ ജനങ്ങൾ ഭയപ്പെടുന്നു. ചുരം ബദൽ റോഡിലും വീടിന് സമീപത്തായും കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. നിരന്തരമായി ആനശല്യമുള്ള പക്രന്തളം, ചൂരണി, കാരിമുണ്ട പ്രദേശങ്ങളിൽ നാട്ടുകാർ PRT ടീം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഈ ടീമിന് ആവശ്യമായ ടോർച്ച് ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങൾ അനുവദിച്ചു തരണമെന്ന് നാട്ടുകാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടു. കുറ്റ്യാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് കീഴിലുള്ള കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിലെ മലയോര പ്രദേശത്ത്, പ്രത്യേകിച്ച് ചൂരണി പ്രദേശത്ത് സ്ഥിരമായി ഒരു കാട്ടാനകളുടെ താവളമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ പ്രദേശത്തു നിന്നാണ് ഒറ്റപ്പെട്ടു പോയ കുട്ടിയാനയെ ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചുകൊണ്ടുപോയത്. എന്നാലിപ്പോൾ വലിയ ആനകൾ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഈ പ്രദേശത്ത് തമ്പടിച്ച് ധാരാളം കൃഷി നശിപ്പിക്കുകയും രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കെല്ലാം തടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവരെയെല്ലാം ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിലാണ് സ്ഥിരമായിട്ട് ഈ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുള്ളത്. മഴ തുടങ്ങിയതോടുകൂടി കൂടുതൽ തീറ്റകൾ തേടി ആയിരിക്കാം ഒരുപക്ഷെ ഇത് നാട്ടിൻപുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റ് അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ ആനകളെ തുരത്തി ഓടിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രദേശത്ത് നടപ്പാക്കിയാൽ മാത്രമേ ആനയെ തടയാൻ കഴിയൂ. അതുപോലെ ചില സ്ഥലങ്ങളിൽ ആന കെട്ടുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആനയെ തടയാൻ കഴിയും. കരിങ്ങാട് മുതൽ ചൂരണി വരെ ഈ ഫെൻസിങ്ങിന് പണം അനുവദിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിൽ പോലും ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നടപ്പാക്കുന്ന പ്രതീക്ഷയിലാണ് അവിടെയുള്ള നാമമാത്രമായ കൃഷിക്കാരാണ് ഇനി അവിടെ ബാക്കിയുള്ളത്. അവർ നിൽക്കുന്നുണ്ട്. ഒരു വലിയ രൂപത്തിൽ കാർഷിക മേഖലയായിരുന്ന ഈ പ്രദേശം ഇതുപോലെ ആനശല്യവും മറ്റ് മൃഗങ്ങളുടെ ശല്യം കാരണം ആളുകൾ ഭൂമി വിട്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണുള്ളത്. എന്നാൽ ഇപ്പോൾ ഉള്ള ആളുകളെങ്കിലും സംരക്ഷിച്ച് ആ പ്രദേശത്ത് നിർത്തിയില്ലെങ്കിൽ ഇത് നമ്മുടെ പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക ആഘാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ ഈ കാര്യത്തിൽ വേണം എന്നാണ് കൃഷിക്കാർക്കും നാട്ടുകാർക്കും വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. പക്രന്തളം ചുരം റോഡ് മലയോര ഹൈവേയുടെ ഭാഗമായി ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി വാഹനങ്ങൾ ഇപ്പോൾ ബദൽപാത എന്ന രൂപത്തിൽ പൂതമ്പാറ, ചൂരണി, പക്രന്തളം റോഡ് ആളുകൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ പാതയിലാണ് ആന ഇപ്പം തമ്പടിച്ചിട്ടുള്ളത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഈ ആനയുടെ മുന്നിലെത്തിപ്പെടുന്ന ഒരുപാട് ബൈക്ക് യാത്രക്കാരും മറ്റ് വാഹനത്തിലുള്ളവരും വാഹനങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇതിൽ നിന്നെല്ലാം മോചനം വേണമെങ്കിൽ അടിയന്തര ഇടപെടലുകൾ വേണം.